രാജസ്ഥാൻ തോറ്റെന്ന് ഇപ്പോഴും ആരാധകർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. ജസ്റ്റ് ഒരു റൺസിനാണ് കളി തോറ്റത്. ജയിച്ച മത്സരമാണ് രാജസ്ഥാൻ അവസാനം കൊണ്ടുപോയി കളഞ്ഞത്. റോമാൻ പവൽ ലാസ്റ്റ് ബോളിൽ ഔട്ടായില്ലായിരുന്നെങ്കിൽ കളി ഇപ്പോൾ സൂപ്പർ ഓവറായേനെ. ഇത്രയ്ക്കും ഭാഗ്യം കെട്ട ടീം ഈ IPL ഉണ്ടായിരിക്കില്ല. എന്തുകൊണ്ടായിരിക്കും രാജസ്ഥാൻ ടീം ഇന്ന് തോറ്റത്? ഇപ്പോൾ ഇതാ കളി കഴിഞ്ഞ് കോച്ച് സംഘക്കാര വലിയ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. രാജസ്ഥാന്റെ കോച്ച് സംഘക്കാര പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ജയിച്ച മത്സരമാണ് അവസാനം കൊണ്ടുപോയി കളഞ്ഞത്. സെക്കൻഡ് ലാസ്റ്റ് ഓവറിൽ റോമാൻ പവലിനെ ഒന്നും തന്നെ ചെയ്യാൻ സാധിച്ചില്ല. കമിൻസിന്റെ ആ ഒരു ഓവറിൽ അവന് ഒരു സിംഗിൾ പോലും ഓടാൻ സാധിച്ചില്ല. ഒരുപാട് ബോളുകൾ വേസ്റ്റ് ആക്കി. പവലിന് പകരം മറ്റൊരു ബാറ്റ്സ്മാനെ ഇറക്കേണ്ടതായിരുന്നു. ലാസ്റ്റ് ഓവറിലെങ്കിലും പവല് കളി ജയിപ്പിക്കുമെന്ന് ഞങ്ങൾ കരുതി. എന്നിട്ടും പവലിനെ കളി ജയിപ്പിക്കാൻ സാധിച്ചില്ല. ലാസ്റ്റ് ബോളിൽ സിംഗിൾ ഓടിയാൽ പോലും കളി ഡ്രോ ആയേനെ. എന്നാൽ പവൽ അത് ചെയ്തില്ല. വിക്കറ്റ് അനാവശ്യമായിട്ട് തുലച്ചു കളഞ്ഞു. ഞങ്ങളുടെ പവൽ ഇങ്ങനെയല്ല. അവനെ എന്തോ സംഭവിച്ചിട്ടുണ്ട്. പവൽ ഇങ്ങനെ ചതിക്കുമെന്ന് ഞങ്ങൾ കരുതിയില്ല. ഇതിനേക്കാൾ വലിയ മത്സരങ്ങളിൽ രാജസ്ഥാൻ ടീമിനെ പവല് വിജയം സമ്മാനിച്ചിട്ടുണ്ട്. എന്നിട്ടും ഈസി ആയിട്ടൊരു ഗെയിം എന്തുകൊണ്ടാണ് പവൽ കളഞ്ഞതെന്ന് വ്യക്തമല്ല. ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇന്ന് പഠിക്കാനുണ്ട്. ജയ്സ്വാളും പരാഗും മികച്ചൊരു കൂട്ടുകെട്ടാണ് ഇന്ന് സമ്മാനിച്ചത്. 101% ജയിച്ച മത്സരമായിരുന്നു. പക്ഷേ കളി അവസാന ഓവറിലേക്ക് നീണ്ടു. അവസാന ഓവറിലാണെങ്കിൽ പവലാണ് ബാറ്റ് ചെയ്യുന്നത്. അശ്വിനാണെങ്കിൽ ഒരുപക്ഷെ കളി ഇന്ന് ജയിച്ചേനെ. ഞങ്ങൾ കാര്യങ്ങൾ വ്യക്തമായി പഠിച്ച് അടുത്ത മത്സരത്തിൽ ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് കോച്ച് സംഘക്കാര വ്യക്തമാക്കി. രാജസ്ഥാൻ ആരാധകർക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല. കാരണം ജയിച്ച മാച്ചാണ് അനാവശ്യമായിട്ട് കൊണ്ടുപോയി കളഞ്ഞത്. SRH ടീമിനെ ജയിപ്പിക്കാൻ വേണ്ടി പവൽ കളിച്ചതുപോലെയാണ് ആരാധകർ പറയുന്നത്. പവൽ രാജസ്ഥാനെ ചതിച്ചു എന്ന് അവർ പറയുന്നു. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.